ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൊത്തിഡലിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കിയ ഇഡലിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം കഴിക്കാനായിട്ട് ഒരു അടിപൊളി കൊത്തിഡലിയാണെന്ന് കാണിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്യാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഈ സമയത്ത് ചിക്കൻ മസാല വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു തക്കാളി ആഡ് ചെയ്യാം. ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ അതിലേക്കൊരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. അതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനും പെട്ടെന്ന് കുക്കായി കിട്ടും. ബോൺലെസ് ആണ്, ചെറിയ പീസാണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ചിക്കന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി അത് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയാണ് ആഡ് ചെയ്യുന്നത്. മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മുട്ടയും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇത് ചിക്കൻ്റെ മസാലയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഡ്ഡലി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 6 ഇഡലി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു തടിയുടെ സ്പൂണോട്ട് നന്നായിട്ടൊന്ന് കൊത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊത്തിയിഡലി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.